കുവൈറ്റിൽ കപ്പൽ അപകടത്തിൽ കാണാതായ കണ്ണൂർ സ്വദേശിയായ യുവാവിനെ കാത്ത വേദനയോടെ കുടുംബം. കരുവഞ്ചാൽ കാവുംകുടി സ്വദേശി അമലിനെ കുറിച്ചാണ് കൃത്യമായ വിവരം ലഭിക്കാത്തത്. അപകടത്തിൽ കാണാതായ 6 പേരിൽ 4 പേരുടെ മൃതദേഹം കിട്ടിയിരുന്നു. കുവൈറ്റിൽ നിന്നും കൃത്യമായ വിവരം ലഭിക്കുന്നില്ല എന്ന് കുടുംബം ആരോപിച്ചു. വിവരങ്ങളുമായി ഫെലിക്സ് ചേരും. അതിന് മുൻപ് നമുക്ക് പ്രതികരണം കേൾക്കാം. നമ്മൾ കുവൈറ്റിലുള്ള ഇവിടെ ജോലിയുള്ള നമ്മുടെ അടുത്തുള്ള ആളോട്, ജോയ്സ് എന്ന് പറഞ്ഞ ആളോട് വിളിച്ച് ചോദിച്ചും പറഞ്ഞു കുവൈറ്റിലുണ്ടെന്നാണ് അറിയുന്നത്, അവർക്കൊന്നും കയറി കാണാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. ബോഡി അവിടെ ഉണ്ടെന്നാണ് അറിയുന്നത്. മോൻ ഇങ്ങോട്ട് വിളിച്ചത് കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ്. അപ്പം ഇവൻ ആ സമയത്ത് കുവൈറ്റിലേക്കുള്ള യാത്ര കഴിഞ്ഞ് വന്ന പാടെ പിന്നെയും കുവൈറ്റിലേക്ക് ലോഡായി. കാർഗോ ഷിപ്പായിരുന്നു വേണ്ടേ, എത്രയും പിടിയിൽ ലോഡായി. അതുകൊണ്ട് തന്നെ ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണെന്ന് മാത്രമാണ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്. കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ ഏജൻസിയുടെ ഭാഗത്തുനിന്നോ പിന്നെ ഇറാൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ അറിയിപ്പും ഉണ്ടായിട്ടില്ല. ഫെലിക്സ്, ഈ കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഏതെങ്കിലും അധികൃതർക്ക് നൽകിയിട്ടുണ്ടോ? സർക്കാരിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഒരു ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? മോത്തി, വളരെ സങ്കടകരമാണ് കാര്യം. കാരണം സ്വന്തം മകനെ കാത്ത് നിസ്സഹായരായ ഒരു കുടുംബം കേരളത്തിൽ കഴിയുകയാണ്. എല്ലാ രീതിയിലുമുള്ള പരാതി ഈ കുടുംബം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും കണ്ണൂർ MP കെ സുധാകരൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർക്ക് ഈ സംബന്ധിച്ച പരാതികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ഈ മാസം 1-ാം തീയതിയാണ് കുവൈറ്റ് തീരത്ത് ഇറാൻ കപ്പൽ അപകടത്തിൽപ്പെടുകയും ഇറാൻ കപ്പലിൽ ജോലി ചെയ്തിരുന്ന ഈ കണ്ണൂർ കരുവഞ്ചാൽ കാവുംപടി സ്വദേശിയായ അമലിനെ കാണാതാവുകയും ചെയ്യുന്നത്. അമലിനൊപ്പം 6 പേരെ കാണാം. ഇതിൽ 4 പേരുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഈ വിവരം കുടുംബം അറിയുന്നത് 4-ാം തീയതിയാണ്. 4-ാം തീയതി കുടുംബത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. നിങ്ങളുടെ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ കുടുംബം പോലീസിൽ അറിയിക്കുന്നു. അങ്ങനെ പോലീസിന്റെ സഹായത്തോടെ DNA സാമ്പിൾ ഇവിടെ നിന്നും ഇന്ത്യൻ എംബസി മുഖേന അയച്ചു നൽകിയിട്ടുണ്ട്. അത് 5-ാം തീയതിയാണ് അയച്ചു നൽകുന്നത്. പിന്നീട് ഇപ്പോൾ 25-ാം തീയതിയായി. 20 ദിവസമായി മകൻ എവിടെയുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ 6 പേരെയാണ് കാണാതായത്. 4 പേർ മൃതദേഹം ലഭിച്ചു. ആ കൂട്ടത്തിൽ അമലുണ്ടോ അല്ലെങ്കിൽ കാണാതായവരുടെ കൂട്ടത്തിലാണോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ ഒരു കൃത്യത ഇല്ല എന്നതാണ്. കെ സുധാകരൻ MP മുഖേന ഇവർ ഈ പറയുന്ന ഇന്ത്യൻ എംബസിയും കുവൈറ്റ് എംബസിയുമായി ഒക്കെ തന്നെ ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇത് ഇറാന്റെ കപ്പലാണ്, കുവൈറ്റിന്റെ കപ്പലല്ല. കുവൈറ്റ് തീരത്താണ് അപകടം സംഭവിച്ചത്. അതുകൊണ്ടൊക്കെ ഒരു കൃത്യത, ഒരു വ്യക്തത ആരുടെ ഭാഗത്തു നിന്ന്, കുവൈറ്റിന്റെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇത്രയധികം ദിവസമായി ഈ കുടുംബം ഇങ്ങനെ കഴിയുകയാണ്. എന്താണ് സംഭവിച്ചത്, എവിടെയുണ്ട് മകൻ എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള കൃത്യമായ ഇൻഫർമേഷൻ ഇല്ല. എന്നാലും ഈ കുടുംബം ഇന്ത്യൻ എംബസിയും കുവൈറ്റ് എംബസിയുമായി ഇടപെടുന്നുണ്ട്. കെ സുധാകരൻ MPയുടെ PA മുഖേന അത്തരം വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കെ സുധാകരൻ MPയുടെ PA അടക്കം പറയുന്നത് ഇത് സംബന്ധിച്ച് കുവൈറ്റ് എംബസിയിൽ നിന്ന് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് വലിയ സങ്കടത്തിലാണ്, നിസ്സഹായതയിലാണ് ആ കുടുംബം. അടുത്ത മാസം ഈ കരാർ ജോലി കഴിഞ്ഞ് തിരികെ വരാനിരുന്നതാണ് അമൽ. 26 വയസ്സ് മാത്രമാണ് പ്രായം. ജനുവരി മാസത്തിലാണ് ഈ പറയുന്ന ഇറാൻ ഷിപ്പിൽ ജോലി കിട്ടി മുംബൈയിലെ ഒരു ഏജൻസി വഴി ഈ അമൽ കുവൈറ്റിലേക്ക് പോകുന്നത്. അത് ഇറാൻ ഷിപ്പിലാണ് എന്ന് അറിഞ്ഞില്ല എന്നതാണ് കുടുംബം പറയുന്നത്. ഏതായാലും ഇറാൻ ഷിപ്പിലായിരുന്നു ജോലി. ആ ജോലി ചെയ്തുകൊണ്ട് കഴിഞ്ഞ മാസം 27-ാം തീയതി വീട്ടിലേക്ക് ഫോൺ വിളിച്ചിരുന്നു. അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. മാത്രമല്ല ഇതിൽ ഒരു മലയാളി മാത്രമല്ല, 2 മലയാളികളാണ് ഇതിൽ അപകടത്തിൽപ്പെട്ടത്. തൃശ്ശൂർ സ്വദേശി ഒരു മലയാളി കൂടിയുണ്ട്. അങ്ങനെ 2 മലയാളികൾ അപകടത്തിൽപ്പെട്ടൊരു സംഭവത്തിൽ ഒരു വ്യക്തതയോ കൃത്യതയോ ആ കുടുംബത്തിനോ കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന് പോലും, ഇന്ത്യൻ എംബസിക്ക് പോലും കുവൈറ്റ് എംബസിയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നൊരു പരാതിയാണ് പൊതുവെ ഉയരുന്നത്. അതുകൊണ്ട് ശക്തമായ ഇടപെടൽ വേണം. അവസാനമായി മകനെ ഒരു നോക്ക് കാണാനെങ്കിലും കഴിയണം എന്നതാണ് ആ കുടുംബം പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഇല്ല. ഇത്രയധികം, അതായത് 1-ാം തീയതി നടന്ന അപകടം, 4-ാം തീയതി കുടുംബത്തെ വിവരം അറിയിക്കുന്നു, 5-ാം തീയതി DNA പരിശോധനയ്ക്ക് സാമ്പിൾ അയച്ചു നൽകുന്നു. പക്ഷേ 25-ാം തീയതിയായിട്ടും എന്താണ് മകൾ സംഭവിച്ചത്, എവിടെയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 പേർ ഈ അപകടത്തിൽപ്പെട്ടു. അതിൽ 4 പേരുടെ മൃതദേഹം ലഭിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 2 പേരെ കണ്ടെത്തിയിട്ടുമില്ല. ഇതിൽ എവിടെയാണ് അമൽ ഉള്ളത് എന്ന കാര്യത്തിലും ആ കുടുംബത്തിന് വ്യക്തത. അതുകൊണ്ട് ആ കുടുംബം പറയുന്നത് അവസാനമായി മകനെ ഒരു നോക്ക് കാണാൻ അതിനെന്തെങ്കിലും അവസരം ഒരുക്കണം എന്നതാണ്. അതിന് എത്രയും വേഗം വിദേശകാര്യ മന്ത്രാലയം അടക്കം ഇതിൽ ഇടപെട്ടുകൊണ്ട് തൻ്റെ മകനെ അവസാനം ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കി തരണം എന്ന് നിസ്സഹായ അവസ്ഥയിൽ ആ കുടുംബം പറയുകയാണ്.
കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് അടക്കം പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു മറുപടി ആ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഈ കേന്ദ്ര മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇടപെടുമെന്നൊരു ഉറപ്പെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ ഒരു പ്രതികരണം? ഇതിൽ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അടക്കം ഇവർ പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, നോർക്കയ്ക്ക് പരാതി നൽകി, കേസുകാർ എംപിക്ക് പരാതി നൽകി. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത് ഇറാന്റെ കപ്പലാണ്, കുവൈറ്റ് തീരത്താണ് അപകടം സംഭവിച്ചത്. അതുകൊണ്ട് കുവൈറ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു ശക്തമായ നടപടിയോ ഇടപെടലോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നതിനൊരു തടസ്സമായി നിൽക്കുന്നത് എന്നതാണ് ഇപ്പോൾ കരുതുന്നത്. അതിൽ പോലും ഒരു വ്യക്തതയില്ല. എന്തുകൊണ്ട് ഈ വിവരം ലഭിക്കുന്നില്ല? DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ അയച്ചു നൽകിയതാണ്. ആ സാമ്പിൾ പരിശോധന ഫലം പൂർത്തിയായിട്ടുണ്ടോ? പൂർത്തിയായെങ്കിൽ എവിടം വരെ എത്തി കാര്യങ്ങൾ? ആ മകനെ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു വ്യക്തതയും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ശക്തമായ ഇടപെടൽ ഉണ്ടാകണം എന്ന കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ കേസുകാരൻ എംപിയുടെ PA അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പോലും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ കുവൈറ്റ് എംബസിയിൽ നിന്നോ കാര്യമായ മറുപടി ഒന്നും തന്നെ ലഭിക്കുന്നില്ല. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് ഈ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയെ നേരിൽ കണ്ട് ഈ കുടുംബം, സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ വന്ന സമയത്ത് നേരിൽ കണ്ട് കുടുംബം ഈ ആശങ്കയൊക്കെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ ഈ കുവൈറ്റിൻ്റെ ഭാഗത്തു നിന്നടക്കം ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കാരണം ഇറാന്റെ കപ്പലാണ്, ആ കപ്പൽ ആണ് ഈ അപകടത്തിൽപ്പെട്ടത്. എങ്ങനെയാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നത് സംബന്ധിച്ചൊന്നും ഇപ്പോൾ ഒരു വ്യക്തതയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശക്തമായൊരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകണം. ആ മകൻ എന്ത് സംഭവിച്ചു? അത് ഒരാൾ മാത്രമല്ല, 2 മലയാളികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം, അതിൽ യാതൊരു സംശയമില്ല. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.